അതാണ് നമ്മളെ കർഷകർ അതിരിക്കാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ മുങ്ങുന്ന ഞങ്ങൾ വിചാരിച്ചത്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ തട്ടി മാറ്റരുത്, ഇത് കാണാൻ മാത്രമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ചിങ്ങം 1 കർഷക ദിനം ഉപ്പാനൊന്ന് ആദരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലമായിട്ട് ഒരു പ്ലാനിങ് ആണ് ഞങ്ങൾക്ക്. ഏതായാലും അത് സംഭവിച്ചു. ആ ഒരു വീഡിയോ ആണെന്ന് ചെയ്യാൻ പോണത്. പിന്നെ പക്ഷേ കർഷക ദിനം ഇന്നാണെന്നുള്ള ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് അറിഞ്ഞത്. ഏതായാലും ബ്ലൂബെറിക്ക് അമീർ വിളിച്ചു നോക്കി 10 മിനിറ്റ് കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ കേക്ക് തരാറുണ്ട്. ഏതായാലും സംഗതി മൂപ്പര് സെറ്റാക്കി തന്നിട്ടോ. ഏതായാലും ആ കാര്യത്തിൽ അപ്പോൾ ഇനിയാണ് മക്കളെ ടാസ്ക്. ഇതൊന്നും പ്രസൻറ്റ് ചെയ്യണല്ലോ, ഇപ്പാക്കൊന്ന് എത്തിച്ചു കൊടുക്കണമല്ലോ. സംഗതി പേടിയുണ്ട്. ഏതായാലും കൊണ്ടുപോവാണ് ഞങ്ങൾ. ഈ പ്രകൃതി അരിമ്പ്രയുടെ സുന്ദരമായ കാഴ്ചയും കണ്ട് ഇങ്ങനെ പോവുകയാണ് ഞങ്ങളെ ഗുഡ്സിലാട്ടായി പോണത്. ഏതായാലും സംഗതി ബേജാറിനാണ്. ഞങ്ങൾ സൈറ്റിലെത്തിന്. ഇനി ആ കാഴ്ചയിലേക്കാണ് പോവാം നമുക്ക് ലൈവായിട്ട്. അതാണ് നമ്മളെ കർഷകർ. ഇനി ഇവിടെ ഒരു പരിപാടി. ഇവിടെ എന്താ വളമിട്ടുകൊണ്ടിരിക്കുകയാണ്. വായക്കുള്ള വളമിട്ടാണ്. ഇപ്പൊ ഒരു പായുന്നൊരു പേടി ഇനി നമുക്ക് പാഞ്ഞിട്ട് നമ്മളെ ഷിബു ഉണ്ട് ഇവിടെ. ഇപ്പാന്റെ സ്വന്താ ചങ്കാണ്. ഒന്ന് ഷിബുവിന് ഇതന്നെ ഷിബുവിന് ഇട്ടുകൊടുക്കാം. അപ്പൊ രണ്ടാളും നോക്കുവോ? രണ്ടാൾക്കും വേണോ? നമ്മളെ സംഗതി പാളിയതാണ്. 2 കർഷകരും കൂടി ഒരുമിച്ച് ആദരിക്കുകയാണ്. കാരണം ഒരു പൊന്നാറുള്ളൂ ഇനി അർത്ഥത്തില്. ഷിബു പിന്നെ നമ്മളെ ചങ്കല്ലേ, അതുകൊണ്ട് ഓക്കെ. അയ്യോ ശരിക്കും നമ്മൾ ഇവരല്ലേ ആദരിക്കേണ്ടത്. നമ്മളെ കർഷക ദിനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോയിട്ട് ആദ്യം ഒന്ന് പൊന്നാടണിക്ക് അവർക്ക് അവരാദരിക്ക്. ഏതായാലും സന്തോഷമായി. ഷിബു ഉള്ളതുകൊണ്ടാട്ടോ കട്ടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് പായേ അല്ലെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും ചൂടാകുക എന്നുള്ള പേടിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് സത്യത്തിൽ. ഇപ്പം ആ കാര്യങ്ങളൊന്നും മുമ്പ് താല്പര്യമില്ല, സംവാദമാണ്. ഇങ്ങനെയുള്ള പോലെ നമ്മൾ ആദരിക്കണം. ഇന്നിപ്പോൾ പഞ്ചായത്തിലൊക്കെ പരിപാടി ഉണ്ട്. അതിന് മുമ്പ് ഇപ്പോൾ 3 ആഴ്ചകൊണ്ട് ഞങ്ങൾ പാഞ്ഞാത്തിട്ട് കിട്ടീന്. പിന്നെ ഇതിന് ബാക്കിയുണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ടില്ല, ബാക്കി ഇനി പെരയുന്നതാണ്. ഞാണ്ട് പോവാം. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡ്രൂ ഡ്രോപ്പ് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു തറവാടാണ്. എന്ത് ഒരു കർച്ചീഫ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവാം. കാരണം അവിടുത്തെ സെലക്ഷൻ അത് മാത്രമല്ല, സാധാരണക്കാരന് താങ്ങണ കുളത്തിന് അവിടുത്തെ പ്രൈസും വരുന്നത്. ഇനി ഇത് കൊടുക്കുന്ന കാലത്ത് ചെറിയ സീനുണ്ട്. കാരണം ഇപ്പോൾ ഇത് വാങ്ങിക്കുമെന്നുള്ള അറിയില്ലല്ലോ. ബാക്കി ഇങ്ങനെയൊന്നും ഇഷ്ടമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും താല്പര്യമില്ല. ഏതായാലും മോളെ കൊണ്ട് കൊടുപ്പിച്ചാൽ പിന്നെ അതങ്ങനെ സോൾവ് ആയിക്കോളും. ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു വാങ്ങിച്ചാണ്. ഏതായാലും സന്തോഷമായി ആ കാര്യത്തിൽ. ഏതായാലും ഹാപ്പിയായി. ഇത് ഞങ്ങൾ മക്കളും ഞങ്ങളെ പേരക്കുട്ടികളും ഇപ്പാൻ്റെ പേരക്കുട്ടികളും എല്ലാവരും കൂടിയിട്ടാട്ടത്. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ പെങ്ങളെ മക്കൾ, എൻ്റെ കുട്ടികൾ, ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് സത്യം പറഞ്ഞാൽ. പിന്നെ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾക്ക് പഠിച്ചവനെ കൂടുതൽ ആയുസ്സും ആരോഗ്യ ആഫിയത്തും നൽകണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പോഴേ ഉള്ളൂ. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,